നമസ്കാരം. നോമ്പുകാലം എന്നത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. എന്നാൽ തെറ്റായ ഭക്ഷണരീതികൾ കാരണം പലർക്കും നോമ്പുകാലത്ത് ഗ്യാസ് ട്രബിൾ, ക്ഷീണം, അമിതവണ്ണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. നോമ്പിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാം? ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. 1. വെള്ളം കുടിക്കുന്ന രീതി. പകൽ മുഴുവൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഇഫ്താർ മുതൽ അത്താഴം വരെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇഫ്താർ സമയത്ത് പെട്ടെന്ന് തണുത്ത വെള്ളം അമിതമായി കുടിക്കുന്നത് ഒഴിവാക്കുക. പകരം ചെറുചൂടുവെള്ളമോ ഫ്രഷ് ജ്യൂസോ കുടിച്ചു തുടങ്ങാം. കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഈ ഇടവേളകളിൽ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2. എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കാം. അവോയ്ഡ് ഫ്രൈഡ് ഫുഡ്സ്. മലയാളികളുടെ ഇഫ്താർ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ. എന്നാൽ ഇവ അമിതമായി കഴിക്കുന്നത് നെഞ്ചെരിച്ചിലിനും ദഹനക്കേടിനും കാരണമാകും. പൊരിച്ചവയ്ക്ക് പകരം ആവിയിൽ വേവിച്ച വിഭവങ്ങൾ, ഉദാഹരണത്തിന് ഇലയട, കൊഴുക്കട്ട ശീലമാക്കുക. പഴവർഗ്ഗങ്ങളും ഈന്തപ്പഴവും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. 3. അത്താഴം ഒഴിവാക്കരുത്. നെവർ സ്കിപ്പ് സുഹൂർ. ചിലർ മടി കാരണം അത്താഴം കഴിക്കാതെ ഉറങ്ങാറുണ്ട്. ഇത് പകൽ സമയം വലിയ ക്ഷീണമുണ്ടാക്കും. അത്താഴത്തിന് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഓട്സ്, തവിടുള്ള അരി, പഴങ്ങൾ കഴിക്കുന്നത് ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ സഹായിക്കും. ചായയും കാപ്പിയും അത്താഴ സമയത്ത് കുറയ്ക്കുന്നത് ദാഹം കുറയ്ക്കാൻ നല്ലതാണ്. 4. ഉറക്കവും വ്യായാമവും. റെസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി. നോമ്പുകാലത്ത് ഉറക്കത്തിൽ വലിയ മാറ്റങ്ങൾ വരാറുണ്ട്. ഉച്ചസമയത്ത് ഒരു അരമണിക്കൂർ വിശ്രമിക്കുന്നത് ഉന്മേഷം നൽകും. അതുപോലെ ഇഫ്താറിന് ശേഷം ലഘുവായി നടക്കുന്നത് ദഹനം സുഗമമാക്കാൻ സഹായിക്കും. അമിതമായ കഠിനാധ്വാനം പകൽ സമയത്ത് ഒഴിവാക്കി ഊർജം സൂക്ഷിച്ചു വെക്കുക. ആരോഗ്യമുള്ള ശരീരത്തിലെ തെളിഞ്ഞ ചിന്തകളുണ്ടാകൂ. മിതമായ ഭക്ഷണവും കൃത്യമായ വിശ്രമവും വഴി ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കാം. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു റമദാൻ ആശംസിക്കുന്നു.